ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാൻ. ഭക്തോത്തമനായ കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണിനമ്പൂതിരിപ്പാടിൻ്റെ ശ്യാമസുന്ദരൻ എന്ന കവിതാസമാഹാരത്തിലെ ഗുരുവായൂരപ്പൻ്റെ പുഞ്ചിരി എന്ന കവിതയാണ് ഇവിടെ ആലപിക്കുന്നത്. മോഹാന്ധകാരം നീക്കുന്ന മോഹനാരുണലേഖയോ ധാതാവിൻ സർഗകാവ്യത്തിൽ മിന്നും വ്യംഗ്യവിലാസമോ നവ്യാനുരാഗസ്പർശത്തിൽ പൊട്ടും പുളകപാളിയോ ഏകാന്തഭക്തിയോഗത്തിലുദിക്കും ജ്ഞാനരശ്മിയോ ത്യാഗമാം യജ്ഞകുണ്ഡത്തിലാളിടും വഹ്നിനാളമോ രാമമുദ്രാങ്കുലീയത്തിൽ പതിക്കും വൈരരത്നമോ ഗോപീദാമ്പത്യ സൗഖ്യത്തിൽ ദീർഘമംഗല്യസൂത്രമോ നന്ദന്റെ ഭാഗ്യസമ്പത്തു പൂക്കുവാനുള്ള ഭാവമോ വൃന്ദാവനം കുളിർപ്പിക്കും ചന്ദ്രികാഞ്ചിതകാന്തിയോ സാന്ധ്യരാഗത്തിൽ വിരിയും ശാന്തിപ്പവിഴമല്ലിയോ സാഹൃദയ്യത്തിലേന്തുന്ന പരമാനന്ദധാരയോ രാഗാലാപനയിൽ കോലുമലിവിൻ്റെ തരംഗമോ പട്ടിൽ പൊതിഞ്ഞു സൂക്ഷിച്ച രാധതൻ മുത്തുമാലയോ ചന്ദ്രാവലിക്കു നെയ്യുന്ന വെള്ളിക്കസവു ചേലയോ മുരളിപ്പെൺമണിക്കുഞ്ഞിനരുളും സ്തന്യസാരമോ പുനരുജ്ജീവനം തപ്തർക്കേകും സഞ്ജീവനാംബുവോ ശ്രീപാദസേവകന്മാർക്കു സേവിപ്പാനുള്ള തീർത്ഥമോ എന്നാളുമസ്തമിക്കാത്തൊരുജ്വല ധ്രുവതാരമോ നരകം നാഗമാക്കുന്നൊരൈന്ദ്രജാലിക വിദ്യയോ കന്ദർപ്പനെ മയക്കുന്ന ദിവ്യമാം മോഹനാസ്ത്രമോ കാരുണ്യമുകിലിനുള്ളിൽ തുള്ളുന്നൊരിടിമിന്നലോ സൽക്കർമ്മം വിളയിക്കുന്ന കീർത്തിതൻ കന്തളങ്ങളോ ചിത്തക്ഷേത്രമടിക്കുന്ന പൊൻചൂലിൻ വിളയാട്ടമോ കാമധേനു നടത്തിയിടും
ശ്രീഗോവിന്ദാഭിഷേകമോ സച്ചിദാനന്ദമാകുന്ന പാലാഴിയുടെ ഭേനമോ സന്മനുഷ്യ മനസ്സിൻ്റെ ശുദ്ധ നിർമ്മല ഭാവമോ ഭക്തന്നു നൽകുവാനുള്ള താരക ബ്രഹ്മമന്ത്രമോ രാധതൻ കാതിൽ വീഴ്ത്തിയിടും സ്വൈരസൗരതമന്ത്രമോ ഭൈഷ്മിതൻ പ്രേമവീണയ്ക്കു ബന്ധിക്കും സ്വർണതന്ത്രിയോ വേദാന്തവാണിയായിടുമാനക്കൊമ്പാട്ടുകട്ടിലോ ഭക്തിരാജ്ഞിക്കു വീശാനായി തുന്നും വെൺചാമരാളിയോ വൈക്കത്തപ്പനു പൂശാനായി ചിന്നും ദിവ്യവിഭൂതിയോ മൂകാംബയ്ക്കു നിവേദിപ്പാൻ വെച്ച സാക്ഷാൽ പ്രസാദമോ രാജഹംസ കദംബത്തിനുണ്ണാനുള്ള മൃണാളമോ പാലാഴിപ്പെൺകിടാവിൻ്റെ പൊന്മണിത്തളികയ്ക്കുമേൽ ഉണ്ടയായി കോർത്തുവെച്ചോരു ഭുല്ലമാം മുല്ലമാലയോ കേവലാത്മരതി ക്രീഡാസൗധത്തിൻ പൂമുഖങ്ങളിൽ സംസാരാസ്തമയത്തിങ്കൽ കൊളുത്തും ഭദ്രദീപമോ മാരുതേശമുഖാബ്ജത്തിൽ സർവേന്ദ്രിയമനോജ്ഞമായി സതതം വിലസിടുന്ന ദിവ്യവസ്തുവിതന്തുവാൻ ദീപാരാധന ചെയ്യുമ്പോൾ ദീപങ്ങളുടെ കാന്തിയെ മങ്ങിച്ചിടും വിധം ഭംഗി തിങ്ങും തേജസ്സി തെന്തുവാൻ ഇതിൻ്റെ ഒരു തെല്ലാണു താരങ്ങളുടെ ദീപ്തികൾ ഇതിൻ്റെ ഒരു ലേശം താൻ പൂവിൽ പൊങ്ങുന്ന സൗരഭം ദേവന്മാരമൃതുണ്ടാക്കിയതിൻ്റെ ഒരു തുള്ളിയാൽ തണുത്തു ചന്ദ്രലോകങ്ങളിതിൻ്റെ ഒരു രശ്മിയാൽ നയനം മഞ്ഞളിപ്പിച്ചു ധനികൻ്റെ ഖജാനയിൽ തിളങ്ങുന്ന പദാർത്ഥങ്ങളിതിൻ്റെ പൊരിയാണുപോൽ ബാലൻ്റെ കളിയും സ്ത്രീതൻ മോഹനാകർഷണങ്ങളും ഭടന്റെ ചൊടിയും മറ്റും ഇതിൻ്റെ നിഴൽ മാത്രമാം മറയോരുടെ ഇല്ലത്തും ചെറുമച്ചാളയിങ്കലും ഒരുപോലെ പരക്കുന്ന പൂനിലാവിതു മാത്രമാം പതിതർക്കും പാപികൾക്കും സ്ത്രീശൂദ്രർക്കും ഉയർന്നിടാൻ വഴിയുണ്ടെന്നു പറയും സാന്ത്വനോക്തിയതൊന്നു താൻ മനഃശുദ്ധി വരുത്തുന്ന പഞ്ചഗവ്യമിതൊന്നു താൻ ഇതത്രേ ദേഹധർമ്മങ്ങൾ മറപ്പിക്കുന്ന സാധനം വിശ്വസിച്ചാൽ ചതിക്കാത്ത മന്ദഹാസമിതൊന്നു താൻ പൊരുളും വിലയും ചേർന്ന വിലാസം വേറെയില്ലിനി എത്ര തന്നെ നുകർന്നാലും മടുപ്പേലാതെ മേൽക്കുമേൽ രസം കൂടി വരുന്നൊരു പാനീയം വേറെയില്ലിനി പണ്ഡിതനും പാമരനും ധനികനും ദരിദ്രനും ഒപ്പമോഹരി വയ്ക്കുന്ന പരമാന്നമിതൊന്നു താൻ ഭഗ്നാശനാം മനുഷ്യൻ്റെ നെഞ്ചിൽ നീറും വ്രണങ്ങളെ ധാരയിട്ടങ്ങുണക്കുന്ന സിദ്ധതൈലമിതൊന്നു താൻ പ്രീതിപ്രസ്യന്തിയാമീ നിൻ സ്മിതഭിക്ഷയ്ക്കു വേണ്ടി ഞാൻ കാത്തുനിൽക്കുന്നിതാ മുന്നിൽ തൃക്കൺ പാർത്താലുമൊന്നുടൻ പ്രീതിപ്രസ്യന്തിയാമീ നിൻ സ്മിതഭിക്ഷയ്ക്കു വേണ്ടി ഞാൻ
കാത്തു നിൽക്കുന്നിതാ മുന്നിൽ തൃക്കൺ പാർത്താലുമൊന്നുടൻ കണ്ണാ ഗുരുവായൂരപ്പ തൃക്കൺ പാർത്താലുമൊന്നുടൻ തൃക്കൺ പാർത്താലുമൊന്നുടൻ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ദ്വാദശ സ്കന്ധ അധ പഞ്ചമോധ്യായ. ശ്രീശുക ഉവാച അത്രാനുവർണ്യത്തെ അഭീക്ഷ്ണം വിശ്വാത്മാ ഭഗവാൻ ഹരി യസ്യ പ്രസാദജോ ബ്രഹ്മാ രുദ്രാ ക്രോധസമുദ്ഭവ ത്വം തു രാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി ന ജാതഃ പ്രാഗഭൂതോദ്യ ദേഹവത്വം ന നങ്ക്ഷ്യസി ന ഭവിഷ്യസി ഭൂത്വാ ത്വം പുത്രപൗത്രാദിരൂപവാൻ ബീജാങ്കുരവദേഹാദേർവ്യതിരിക്തോ യഥാനല സ്വപ്നേ യഥാ ശിരച്ഛേദം പഞ്ചത്വാദ്യാത്മനഃ യസ്മാൽ പശ്യതി ദേഹസ്യ തത ആത്മാ ഹ്യജോമര ഘടേ ഭിന്നേ യഥാകാശ ആകാശ സ്യാൽ യഥാ പുരാ ഏവം ദേഹേ മൃതേ ജീവോ ബ്രഹ്മ സമ്പദ്യത്തെ പുനഃ മനഃ സൃജതി വൈ ദേഹാൻ ഗുണാൻ കർമാണി ചാത്മന തന്മനഃ സൃജത്തെ മായാ തതോ ജീവസ്യ സംസൃതി സ്നേഹാധിഷ്ഠാനവർത്യഗ്നി സംയോഗോ യാവദീയത്തെ തതോ ദീപസ്യ ദീപത്വമേവം ദേഹകൃതോ ഭവ രജസസ്ത്വതമോ വൃത്യാ ജായതേ ധാ വിനശ്യതി ന തത്രാത്മാ സ്വയം ജ്യോതിർയോ വ്യക്താവ്യക്തയോ പരഃ ആകാശൈവ ചാധാരോ ധ്രുവോനന്ദോപമസ്തതാ ഏവമാത്മാനമാത്മസ്ഥമാത്മനൈവാമൃഷ പ്രഭോ ബുദ്ധ്യാനുമാനഗദ്ഭിണ്യാ വാസുദേവാനുചിന്തയാ ചോദിതോ വിപ്രവാക്യേന ന ത്വാം ധക്ഷ്യതി തക്ഷക മൃത്യവോ നോപധക്ഷ്യന്തി മൃത്യൂനാം മൃത്യുമീശ്വരം അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷന്നാത്മാനമാത്മന്യാധായ നിഷ്കളേ ദശന്തം തക്ഷകം പാദേ ലേലിഹാനം വിഷാനനൈ ന ദ്രക്ഷ്യസി ശരീരം ച വിശ്വം ച പൃഥഗാത്മന ഏതത്തേ കഥിതം താത യഥാത്മാ പൃഷ്ടവാൻ നൃപ ഹരേർവിശ്വാത്മനശ്ചേഷ്ടാം കിം ഭൂയ ശ്രോതുമിച്ഛസി. ശ്രീഹരേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസിക്യാമഷ്ടാദശസാഹസ്ര്യാം പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ആശ്രയനിരൂപണേ
മൃത്യുഭയ നിവാരണ നിരൂപണം നാമ പഞ്ചമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരോപാസന ആരംഭിച്ചത് തന്നെ ഗുരുവായൂരപ്പൻ്റെ പുഞ്ചിരി എന്ന കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കവിതയോടുകൂടിയാണ്. അതിനുശേഷം ഭാഗവതത്തിലെ സാരമായിരിക്കുന്ന ബ്രഹ്മോപദേശം എന്ന് അറിയപ്പെടുന്ന ദ്വാദശ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായം നമ്മൾ പാരായണം ചെയ്തു. ഇന്ന് ഈ അക്ഷരോപാസനയുടെ 924-ാമത്തെ ദിവസമാണ്. ദ്വാദശ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം ആരംഭിക്കുന്നത് ശ്രീശുഖവാണിയായി തന്നെയാണ്. 13 ശ്ലോകങ്ങൾ മാത്രമുള്ളതാണെങ്കിലും വളരെ സാര സമ്പന്നമായിരിക്കുന്ന വരികളാണിതിൽ. ശ്രീശുഖബ്രഹ്മർഷി പറഞ്ഞു തുടങ്ങുന്നു. അത്രാനുവർണ്യതയഭീക്ഷണം വിശ്വാത്മാ ഭഗവാൻ ഹരി യസ്യ പ്രസാദജോ ബ്രഹ്മാ രുദ്ര ക്രോധസമുദ്ഭവ. യസ്യ പ്രസാദജഃ, യാതൊരുവന്റെ പ്രസാദത്തിൽ നിന്ന് ജനിച്ചവർ. ആരാ? ബ്രഹ്മാവ്. ക്രോധസമുദ്ഭവ രുദ്ര, ക്രോധത്തിൽ നിന്ന് ഉത്ഭവിച്ചവൻ രുദ്രൻ. വിശ്വാത്മാ, വിശ്വസ്വരൂപനും ഭഗവാൻ ഷഡ്ഗുണപരിപൂർണനുമായിരിക്കുന്ന ആ ഹരി. അത്ര അഭീക്ഷ്ണം അനുവർണ്യതേ, ഇതിൽ പലപ്പോഴും വർണ്ണിക്കപ്പെട്ടു എന്നാണ്. പരീക്ഷിത്ത് രാജാവിന് സർപ്പഭീതിയാണ്. തൻ്റെ ദർപ്പത്തിൽ നിന്നും തനിക്ക് സർപ്പദംശനമുണ്ടാവും എന്ന ഒരു ശാപമുണ്ടായി. ആ ശാപത്തെ തുടർന്നാണ് ശ്രീശുഖബ്രഹ്മർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഭാഗവത കഥകൾ കേൾക്കാനുള്ള താല്പര്യം ഉണ്ടായത്, അത് സാധിക്കുന്നത്. അപ്പോൾ പരബ്രഹ്മോപദേശം അത് ഈ 5-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുകയാണ്. ജഗൽകർത്താവായിരിക്കുന്ന ബ്രഹ്മാവ് ആരുടെ ആനന്ദത്തിൽ നിന്നും സംഹർത്താവായ രുദ്രൻ ക്രോധവൃത്തിയിൽ നിന്നും ജനിച്ചു. രണ്ടുപേരും സ്വതന്ത്രന്മാരല്ല. ആരാണ് എന്നും സ്വതന്ത്രനായി നിൽക്കുന്നത്? ഭഗവാനാണ്. അപ്പോൾ ഭഗവാനിൽ നിന്നുണ്ടായ ബ്രഹ്മാവും രുദ്രനും, അങ്ങനെയുള്ള ഭഗവാൻ ശ്രീഹരിയെ, വിശ്വാത്മാവായിരിക്കുന്ന ഭഗവാൻ ഹരിയെ ഈ കഥയിൽ നിരന്തരം വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നു. ഭാഗവതം ഭഗവാന്റെ കഥകളാണ്, ഭക്തന്മാരുടെ കഥകളാണ്. അതുകൊണ്ട് തന്നെ ഭാഗവതവും ഭഗവാനും ഭക്തനും ഒന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആ ഭഗവാന്റെ കഥകൾ കേൾക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ്, അല്ലയോ പരീക്ഷിത്തെ, ഭയം എന്നൊന്നുണ്ടാവുക? അഭയസ്വരൂപിയായ ഭഗവാൻ എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഭയം ഉണ്ടാവുക? വെളിച്ചമുള്ളിടത്ത് എങ്ങനെയാണ് ഇരുട്ടിന് സ്ഥാനമുണ്ടാവുക? ത്വം തു രാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി ന ജാത പ്രാഗഭൂതോദ്യ ദേഹവത്വം നനക്ഷ്യസി. പരീക്ഷത്തെ രാജാവേ, ത്വം തു, അങ്ങാവട്ടെ, മരിഷ്യേ ഇതി, മരിക്കുമെന്നുള്ള ഇമാം പശുബുദ്ധിയും, ഈ അവിവേക ബുദ്ധിയെ, ഈ മൃഗബുദ്ധിയെ, ജഹി, ഉപേക്ഷിക്കൂ. ത്വം പ്രാഗഭൂതച, അങ്ങ് മുമ്പേ ഇല്ലവത്തവനായിട്ട്, ദേഹവത്ത് ന ജാതഃ, ദേഹമെന്നതുപോലെ ജനിച്ചവനല്ല, അദ്യ, ഇപ്പോൾ, ന നക്ഷ്യസി, അതുകൊണ്ട് തന്നെ നശിക്കുകയുമില്ല. അങ്ങ് മരിക്കും എന്നുള്ളൊരു വിചാരം അങ്ങക്ക് ഉണ്ടെങ്കിൽ
അതിനെ ആദ്യം ഉപേക്ഷിക്കൂ. ദേഹത്തെയും ആത്മാവിനെയും വേർതിരിച്ചറിയാത്തത് കൊണ്ടുള്ള അവിവേകം, അതുകൊണ്ടാണ് അങ്ങക്ക് ഇങ്ങനെ തോന്നുന്നത്. ഇത് പശുബുദ്ധിയാണ്, മൃഗബുദ്ധിയാണ്. അങ്ങ് മരിക്കുകയില്ല. കാരണം എന്താ? അങ്ങ് മുമ്പ് ഇല്ലാതെയിരിക്കുന്ന യാതൊന്നുണ്ടാകുന്നു, അത് നശിക്കും. അങ്ങ് മുമ്പില്ലാത്തതല്ല, എന്നുമുള്ള ആത്മാവാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായത് ദേഹം മാത്രമാണ്. ദേഹം നശിക്കും, പക്ഷേ ആ ദേഹത്തിൽ ചൈതന്യമായിരിക്കുന്ന അഖിലദേഹിനാം അന്തരാത്മദൃക് എന്ന ഗോപികമാര് പാടിപ്പുകഴ്ത്തിയ ആ ഭഗവാൻ, നിങ്ങളുടെ ഉള്ളിൽ ചൈതന്യമായി നിൽക്കുന്ന ഭഗവാൻ, ആ ഭഗവാന് നാശം ഉണ്ടാവില്ല. ആ ദേഹം ഉണ്ടാവുന്നതിന് മുമ്പേ അങ്ങുണ്ട്. ഈ ദേഹം നശിക്കുന്നതോടുകൂടി അങ്ങ് നശിക്കുകയുമില്ല. അങ്ങ് നിത്യസത്യമാണ്, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ന ഭവിഷ്യസി ഭൂത്വാ ത്വം പുത്രപൗത്രാദിരൂപവാൻ ബീജാങ്കുരവദേഹാദേർ വ്യതിരിക്തോ യഥാനല. ത്വം ഭൂത്വ, അങ്ങ് ഭവിച്ചിട്ടുണ്ടായിട്ട്, പുത്രപൗത്രാദിരൂപവാൻ, പുത്രപൗത്രാദി രൂപങ്ങളോടുകൂടിയവനായിട്ട്, ബീജാങ്കുരവത് ന ഭവിഷ്യസി, മുളയും എന്നതുപോലെ, വിത്തും മുളയും അല്ലേ എന്നതുപോലെ, ന ഭവിഷ്യതി, ന ഭവിഷ്യസി, അങ്ങ് മാറുന്നില്ല. അനലഹ യഥ, അഗ്നി എന്നതുപോലെ, ദേഹാദേ വ്യതിരിക്ത, ദേഹങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഇരിക്കുന്നു. ആത്മാവിന് ജനന മരണങ്ങളില്ല, ദേഹത്തിന് മാത്രമാണ് ജനന മരണങ്ങളുള്ളത്. വിത്തിൽ നിന്ന് മുളയുണ്ടാവും ഇല്ലേ? അതിൽ നിന്ന് പിന്നെയും പുഷ്പഫലങ്ങളുടെ രൂപത്തിൽ വീണ്ടും വിത്തുണ്ടാവുന്നു. ഇതുപോലെ ഒരാൾ പുത്രരൂപേണ ജനിക്കണു, അവൻ മരിക്കണു, അവന്റെ പുത്രനിൽ നിന്നും അടുത്ത പുത്രൻ ഉണ്ടാവണു, അത് പൗത്രനാവണു, ഇങ്ങനെ അവൻ മരിക്കണു, അതേപോലെ തന്നെ അപ്പൊ വീണ്ടും ജനിക്കണു. അങ്ങനെ അങ്കാദങ്കാൽ സംഭവസി ഹൃദയാദഭിജായസേ ആത്മാവൈ പുത്രനാമാസി സജീവ ശരദശതം എന്നാണ്. ഇപ്പൊ മാതാവിൻ്റെയും പിതാവിൻ്റെയും ശരീരത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ജനിച്ചിരിക്കണു. അപ്പൊ ആത്മാവ് തന്നെയാണ് പുത്രൻ എന്ന പേരെടുത്ത് വന്നിരിക്കുന്നത്. ഇപ്പൊ എന്താ പറയണത്? ശതം ജീവ ശരദശതം എന്നാണ്. അപ്പൊ ഇവിടെ 100 സംവത്സരം ജീവിക്കുക. പിതാ പുത്രേണ പിതൃമാൻ യോനിർയോനൗ, പിതാവ് പുത്രനാൽ പിന്നെയും പിതൃമാനായി മാറുന്നു. അപ്പൊ ഈ ഉൽപ്പത്തി സ്ഥാനം ആവർത്തിച്ചു വരുന്നു. ആത്മാവിന് ജനന മരണത്തെ ഇല്ല, ആത്മാവിന് മറിച്ച് ദേഹത്തിനാണ്. പുത്രാദികളുടെ മരണത്തിൽ എങ്ങനെയാണ് ക്ലേശിക്കാതിരിക്കുക? ആത്മാവിന് ജന്മമരണങ്ങളില്ലെന്ന് എങ്ങനെ വിശ്വസിക്കും? ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനാണ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്. അങ്ങ് ജനിച്ചതിന് ശേഷം പുത്രാദിരൂപേണ ജനിക്കുന്നവനല്ല, ദേഹത്തിൽ നിന്ന് ദേഹമുണ്ടാകുന്നതല്ലാതെ ആത്മാവുണ്ടാവുന്നില്ല. ആത്മാവ് നിത്യസത്യമാണ്. അപ്പൊ പുത്രപൗത്രാദി സ്വരൂപം അങ്ങയുടെ സ്വരൂപമല്ല, ആത്മാവിന്റെ സ്വരൂപമാണ്. ബീജാങ്കുരന്യായം ശരീരത്തിനല്ലാതെ ആത്മാവിനുള്ളതല്ല, അത് ശരീരത്തിന് മാത്രമാണ്. ആത്മസ്വരൂപനായ അങ്ങ് ദേഹേന്ദ്രിയാദികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. അതിനാണ് വിറകിൻ്റെയും അഗ്നിയുടെയും ഉപമ പറഞ്ഞത്. അഗ്നി വിറകിൽ നിന്ന് ഭിന്നമായിരിക്കുന്നു, അതേപോലെ ആത്മാവ് ശരീരാദികളിൽ നിന്നും ഭിന്നമായിരിക്കുന്നു. സ്വപ്നേ യഥാ ശിരച്ഛേദം പഞ്ചത്വാദ്യാത്മനസ്വയം യസ്മാൽ പശ്യതി ദേഹസ്യ തത ആത്മാഹ്യജോമര. സ്വപ്നത്തിൽ ആത്മനഃ ശിരച്ഛേദം, ആത്മാവിൻ്റെ തൻ്റെ ശരീരത്തിൻ്റെ ശിരച്ഛേദത്തെ യഥാപശ്യതി, എപ്പോഴാണോ കാണുന്നത്, എങ്ങനെയാണോ കാണുന്നത്, തഥാ ആത്മനഃ പഞ്ചത്വാദി, അതേപോലെ ശരീരത്തിൻ്റെ മരണാദി, യസ്മാൽ പശ്യതി, യാതൊന്ന് കാരണമായിട്ട് കാണുന്നുവോ, തഥാ ദേഹസ്യ, അതുകൊണ്ട് ദേഹത്തിനാണ് ആത്മാവ് അജഹ അമരഹ, ജനിക്കാത്തവനും മരിക്കാത്തവനും ആണ്, അജനും അമരനുമാണ് ആത്മാവ് എന്നാണ്. ഇപ്പൊ ജന്മാദി വികാരങ്ങൾ ദേഹധർമ്മങ്ങളാണെന്ന് പറഞ്ഞ് ഉറപ്പിച്ചു. ഒരാൾ സ്വപ്നത്തിൽ തൻ്റെ തല വെട്ടിയതായി സ്വപ്നം കാണും.
കണ്ണു തുറക്കുമ്പോഴോ? കണ്ണു തുറക്കുമ്പോൾ അതില്ല. അപ്പൊ ആ കാണുന്നവൻ ആ സ്വപ്നദേഹമല്ല. അതെന്താണ്? അത് യഥാർത്ഥ ദേഹം തന്നെയാണ്. അതേപോലെ ജാഗ്രത്തിലും സ്ഥൂലദേഹം നശിക്കണു. അത് ആത്മാവല്ല, മറിച്ച് ദേഹം മാത്രമാണ്. ഇപ്പൊ ജന്മാദി വികാരങ്ങളൊക്കെ ദേഹത്തിനാണ്. ആത്മാവ് അജനും അമരനുമാണ്, ജനിക്കാത്തവനും മരിക്കാത്തവനുമാണ്. ഇതിൽ ഒട്ടും തന്നെ ശങ്കയ്ക്ക് അവകാശമില്ല എന്ന് പറയുന്ന 4-ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ നമുക്ക് 5-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകത്തോടു കൂടി ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ. ഹരിപാദേ രതിയുണ്ടാകാൻ ഞങ്ങൾ ആരതിയുണ്ടാവാ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം.
യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.